പ്രിൻസസ് പറഞ്ഞു അന്നത്തെ കാലത്ത് കുറേ കുറവുകളുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് കുറേ കൂടുതലുകളുണ്ട്. ഈ കൂടുതലുകളാണോ കുട്ടികളെ കുറവുള്ളവരാക്കി മാറ്റിയത്? ഇവിടെ നമുക്ക് ആ ഒരു ഫ്രീഡം ഇല്ല, കുറച്ചുകൂടെ ഒരു ചട്ടക്കൂട്ടിൽ ഇട്ടാണ് പഠിപ്പിക്കുന്നത്. പ്രിൻസസ് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടല്ലോ. ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ കുറിച്ചൊക്കെ പ്രിൻസസ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ രാജ്യങ്ങളിൽ, ഈ പ്രിൻസസ് വിസിറ്റ് ചെയ്ത രാജ്യങ്ങളിൽ നമുക്ക് ഫോളോ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു, കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നമ്മുടെ കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന് തോന്നിയിരുന്ന എന്തെങ്കിലും ചേഞ്ചസ് സജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടോ? ബേസിക്കലി ദ ചോയ്സ്, ദ വെറൈറ്റി യു കൻ ചൂസ് ഫ്രം. ഇപ്പം അത് വരുന്നു എന്ന് കേൾക്കുന്നു ഇവിടെ. ദറ്റ് ഇസ് ഫോർ ഇൻസ്റ്റൻസ്, നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇഫ് യു ടേക്ക് ലെറ്റ് us say zoology as your major subject like I did, you have to take either botany or chemistry as your subsidiary. You can't say I want to do history as my subsidiary. If you are doing math, അതിന് ഫിസിക്സും കെമിസ്ട്രിയുമേ ഉള്ളൂ. യു കാൺട്ട് സേ ഐ വിൽ ഡു ലാംഗ്വേജസ്. അവിടെ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ യു കൻ ചേഞ്ച് മിഡ് വേ. ഞാനിപ്പോൾ ഒരു കൊല്ലം പഠിച്ചു, ദിസ് ഇസ് നോട്ട് ഫോർ മീ, യു കൻ ചേഞ്ച്. ഇവിടെ നമുക്ക് ആ ഒരു ഫ്രീഡം ഇല്ല, കുറച്ചുകൂടെ ഒരു ചട്ടക്കൂട്ടിൽ ഇട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതൊരു ബ്രോഡർ പേഴ്സ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ സ്കൂളുകൾ അഡോപ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു മെത്തേഡ്സ് ഇങ്ങനെ കൂടെ സ്കൂളുകൾ ഒന്ന് ഫോക്കസ് ചെയ്യായിരുന്നെങ്കിൽ, അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് പ്രിൻസസിന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും? സ്കൂളുകളിൽ റീസൺ ദേ ഗിവ് ഫോർ ഇൻക്ലൂഡിങ് ഓൾ സബ്ജക്ട്സ് ഇസ് ദേ വാണ്ട് യു ടു ഹാവ് എ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് നോളജ്. അത് എവിടെ പോയാലും കുറച്ചറിവ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദേശത്തൊക്കെ പോകുമ്പോൾ ദേ ആർ വേ എഹെഡ്. അവിടുത്തെ സ്കൂളിലെ കുട്ടികളെക്കാട്ടിലും നമ്മൾ എഹെഡാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഫൗണ്ടേഷൻ. അപ്പോൾ അതിന് ഗുണങ്ങളുമുണ്ട്. പിന്നെ ഇപ്പോൾ എന്നെ പോലെ കണക്കറിയാൻ വയ്യാത്തവർ, കണക്ക് പഠിക്കാൻ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ഞാൻ വിചാരിക്കും ഈ ആൾജിബ്രയും ജോമെട്രിയും ഈ തിയറവും ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം പിന്നെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആരോ പറഞ്ഞാൽ മതി, എന്നൊന്ന് റോംബോയിഡ് ഷേപ്പ്, റോംബസ് എന്നൊരു വാക്ക് പഠിച്ചു സ്കൂളിൽ. അത് കഴിഞ്ഞ് ശരി ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഒരു ബർഫി കാണുമ്പോൾ അതാണ് ആ പറഞ്ഞതെന്ന്. ദറ്റ് ഈസ് ദ ഓൺലി യൂസ് ഫോർ ദാറ്റ് വേർഡ്. അപ്പോൾ രണ്ടിനും ഗുണഭാഗങ്ങളും ഉണ്ട്, ദോഷഭാഗങ്ങളും ഉണ്ട്. യു നോ ദർ ആർ ചിൽഡ്രൻ ഹൂ ഹാവ് ഡൺ സ്കൂൾ, ഹൈ സ്കൂൾ, who cannot write running hand. പ്രിൻ്റ് ചെയ്യാനേ അറിയാവൂ, ഗ്രാമർ ഇല്ല, സ്പെല്ലിംഗ് ഇല്ല. അങ്ങനത്തെ കുട്ടികളുണ്ട് വിദേശത്ത്, ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്. അതുപോലെ തന്നെ പ്രിൻസസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ, വാല്യൂ സിസ്റ്റംസ് അതിങ്ങനെ കുറേശ്ശായിട്ട് ഡിറ്റോറിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് തലമുറ തോറും എന്നുള്ളത്. ഈ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടെന്ന് എൻഷുർ ചെയ്യാനായിട്ട് പാരൻസിൻ്റെ സൈഡിൽ നിന്ന് എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്നാണ് പ്രിൻസസ്? പേരൻസ് ഹാവ് ടു ഫൈൻഡ് ടൈം. You have to decide which is more important. For you to work till 6 o'clock in the evening and then come home and work on the computer, or whether you want to spend time with your children. അവരെ കമ്പ്യൂട്ടറും അടച്ചു വെച്ച് നമ്മുടെ കമ്പ്യൂട്ടറും അടച്ചു വെച്ച് യൂഷ്വലി ഇറ്റ് ഈസ് ദ ഡൈനിങ് ടേബിൾ, ഗിവ് ആൻഡ് ടേക്ക്. ഇപ്പോൾ അതിനൊന്നും ആർക്കും നേരമില്ല. ഓരോരുത്തർ ഫോൺ ചെയ്ത് അവർക്ക് വേണ്ട ആഹാരം എടുത്തുന്നു, മുറിക്കാതിരുന്ന് കഴിക്കുന്നു. ആ ഇൻറ്ററാക്ഷൻ ആൻഡ് ദ മെൽഡിങ് ഓഫ് ജനറേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞമാരെ അപ്പൂപ്പന്മാർ, അമ്മൂമ്മമാർ, അന്ന് അപ്പൂപ്പന്മാരും അമ്മമാരും മാത്രമല്ല, ഹ്യൂജ് ഫാമിലിയാണ്. ഇവരെയൊക്കെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്. ഇൻ മൈ ഫാദേഴ്സ് ഫാമിലി, മൈ ഫാദർ വാസ് 1 of 10. 4 പെണ്ണും 6 പുരുഷന്മാരുമാണ്. അവരെയൊക്കെ കുട്ടികൾ അമ്മമാരെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദേ ഡോണ്ട് ഈവൻ നോ ഏതാ ബർത്ത് മദർ. അമ്മമാർക്ക് ആർക്കാ സമയം എന്ന് വെച്ചാൽ അവർ ഒന്ന് കുളിപ്പിച്ചു, ഏത് അമ്മയ്ക്കാ സൗകര്യം എന്ന് വെച്ചാൽ ആഹാരം കൊടുത്തു, ഹോംവർക്ക് നോക്കി. അപ്പോൾ ഈ അമ്മമാരെന്നുള്ള കോൺസെപ്റ്റ്, വല്യമ്മ ചെറിയമ്മ ഇല്ല. അങ്ങനെയാണ് അവരൊക്കെ വളർന്നത്. ഇന്നിപ്പം യു ഡോണ്ട് ഈവൻ നോ യുവർ കസിൻസ്. പക്ഷേ ഇപ്പോൾ കുറച്ചുള്ളത് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫാമിലി ഗ്രൂപ്പുകളും അതൊക്കെ വരുമ്പം കുറച്ചും കൂടെ യു ആർ ഏബിൾ ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു യുവർ ഓൺ ബ്ലഡ് ഫാർ അവേ. അതിനൊരു സൗകര്യമുണ്ട്. പിന്നെ ഫാമിലി റീയൂണിയൻസ് അങ്ങനെയൊക്കെ വരുന്നു. അങ്ങനത്തെ ഗുണങ്ങളും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ. എല്ലാത്തിനും ഗുണവും ദോഷമുണ്ട്.
അതുപോലെ തന്നെ ഈ സോഷ്യൽ അഡാപ്റ്റബിലിറ്റിയിലും പലപ്പോഴും പുതുതലമുറയെ കുറിച്ച് പല പരാതികളും വരുന്നുണ്ട്. അവരൊട്ടും സെൻസിറ്റീവ് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അവരതിനെക്കുറിച്ചൊന്നും ബോധേഡ് അല്ല, കുറച്ചും കൂടെ സെൽഫ് സെൻറ്റേർഡ് ആണെന്നൊക്കെയുള്ളൊരു അഭിപ്രായം പലയിടത്തും പറയുന്നുണ്ട്. മനുഷ്യരായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ല, ഉണ്ടെങ്കിലല്ലേ ദേ ക്യാൻ ബി ബോതേഡ്. സോ സെൽഫ് സെൻറ്റേർഡ് എന്നും പറയാൻ വയ്യ. മേ ബി ദേ ആർ മോർ സെൽഫ് ഒപ്പീനിയേറ്റഡ്. ദേ ഹാവ് ഫേം ഒപ്പീനിയൻസ് അബൌട്ട് വാട്ട് ദേ വോണ്ട് ടു ഡു. ദിസ് ഈസ് മൈ വേ എന്നുള്ള ആ ഒരു, അപ്പോൾ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ, ഇപ്പോൾ ഞങ്ങളൊക്കെ വല്ലയിടത്തും പോകുമ്പം നമുക്ക് ആ ഡ്രസ്സ് എടുത്ത് വയ്ക്കും, അമ്മയോ ആരാന്ന് വെച്ചാൽ ഒരു പാവടയും ബ്ലൗസും. യു മേ നോട്ട് നെസസറിലി ലൈക്ക് ഇറ്റ്, ബട്ട് യു നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. നമ്മളത് ഇട്ടുകൊണ്ട് പോയി. ഇപ്പോഴത്തെ കുട്ടികളാണ് നമ്മൾ അങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്, അവർ പറയും വി ഡോണ്ട് ലൈക്ക് ദിസ് ഈസ് നോട്ട് ഇൻ ഫാഷൻ എന്ന് പറയും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അഭിപ്രായങ്ങളും ഉണ്ട്, അഭിപ്രായങ്ങൾ പറയാനുള്ള ചാൻസും ഉണ്ട്. നമ്മൾ ആ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു, നമ്മളത് മാനിക്കുന്നു. തർക്കുത്തരം പറയുന്നു എന്നാരും പറയുന്നില്ല. പിന്നെ സംബഡി ഈസ് കമ്മിങ് ടു യുവർ ഹൗസ്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് 5 വയസ്സ് പോലും ആയില്ല, ദ ലാസ്റ്റ് ഡേയ്സ് ഓഫ് ദ ബ്രിട്ടീഷ്. അന്ന് മൗണ്ട് ബാറ്റൻ വന്നു. മൗണ്ട് ബാറ്റൻ കെയിം ടു പീരുമേട്ടിൽ. ഹീസ് ഗോയിങ്, ഗുഡ് ബൈ പറയാനുള്ള വിസിറ്റാണ്. അപ്പോൾ തേക്കടി പോയിട്ട് ഹി വാണ്ടഡ് ടു ഗോ ബാക്ക്. അപ്പോൾ ഐ ആം സിറ്റിംഗ് അറ്റ് എ ടേബിൾ വിത്ത് ഹിസ് ഡോട്ടർ പമല. പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ചോദിക്കണം വിൽ യു ടേക്ക് കോഫി ഓർ ടീ. അപ്പോൾ നേരത്തെ പറഞ്ഞു അവർ ടീ എന്നേ പറയൂ, 4 മണിക്ക് കോഫി എന്ന് പറയൂല. ദെൻ യു ഹാവ് ടു ആസ്ക് മിൽക്ക് ഓർ ലെമൺ. സോ അറ്റ് ദ ഏജ് ഓഫ് 4.5 ഇറ്റ് കെയിം നാച്ചുറലി. നമ്മളെ ശീലമായി. പലമാരത്തെ ആളുകളെ, പ്രായമായവർ, അത്ര പ്രായമല്ലാത്തവർ, സോ മെനി പീപ്പിൾ വി ഇൻട്രാക്റ്റഡ് വിത്ത്. ഇറ്റ് വാസ് വെരി ഈസി ഫോർ അസ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. യു ആർ ഓൺലി ഇൻട്രാക്ടിങ് വിത്ത് യുവർ പിയേഴ്സ്. അപ്പോൾ ചിലപ്പം യു ഗോ ടു ഹൗസ്, കുട്ടികളുടെ അടുത്ത് എന്തോന്നാ പറയേണ്ടതെന്ന് നമുക്ക് പറഞ്ഞുകൂടാ, അവർക്ക് പറഞ്ഞുകൂടാ. പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ ചോദിച്ചു. പിന്നെ യു ഡോണ്ട് നോ വോട്ട്, ഇല്ലെങ്കിൽ എന്താ കൊണ്ട് കൊടുക്കേണ്ടതെന്ന്. കൊച്ചു കുട്ടികളുള്ള പണ്ടാണെങ്കിൽ ചോക്ലേറ്റ്, ഇതൊക്കെ ഇപ്പം ഒന്നും പാടില്ല. ചോക്ലേറ്റ് ടു മച്ച് ഷുഗർ, അവരെ ഹൈപ്പറാക്കുന്നു. ശരി, എന്നാൽ ഒരു ബുക്ക്, ഐ ഓൾവേസ് ലൈക്ക് ടേക്കിംഗ് ബുക്സ്. ഇപ്പോൾ ആരും പുസ്തകം വായിക്കുന്നില്ല. അപ്പോൾ ഈ ബുക്ക് കൊണ്ട് കൊടുത്തിട്ട് വലിയ കാര്യമില്ല. സോ വാട്ട് യു ടേക്ക്? ഇപ്പോൾ വെളിയിലൊക്കെ ആണെങ്കിൽ ദേ ഗിവ് യു ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഫോർ എ സ്റ്റോർ. $10, $20 ഗിഫ്റ്റ് വൗച്ചർ, അവരെന്തോ പോയി വാങ്ങിച്ചോട്ടെ. അതുപോലെ തന്നെ പ്രിൻസസ് ഗുരുക്കന്മാരെ കുറിച്ച് ഒരുപാട് സ്നേഹത്തോടും അതേപോലെ ബഹുമാനത്തോടും രണ്ടും തുല്യ അളവിലായിരുന്നു പ്രിൻസസ് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഗുരുക്കന്മാരായിട്ടുള്ള നമ്മുടെ അധ്യാപകരോട് പ്രിൻസസിന് എന്തെങ്കിലും ഒരു അഡ്വൈസോ ഒരു സജഷനോ അങ്ങനെ എന്തെങ്കിലും പറയാം? ഒരു കാലത്ത് ഞാനും ഒരു ഗുരുവായിരുന്നു. അപ്പോൾ യു ബി ഫ്രണ്ട്സ് വിത്ത് യുവർ സ്റ്റുഡൻസ്, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് യു ഷുഡ് മെയിൻറ്റെയിൻ. പഠിത്തം കഴിഞ്ഞ് എന്തോ ചെയ്തോളൂ. യു ക്യാൻ ഡാൻസ് വിത്ത് ദം, പ്ലേ വിത്ത് ദം, കോൾ ദം ബൈ നെയിം, യു ക്യാൻ ഡു ഓൾ ദാറ്റ്. പക്ഷേ ആ പഠിക്കുന്ന കാലത്ത് ആ ഒരു റെസ്പെക്റ്റ് ഒരു സ്റ്റെപ്പ് മുകളിലാണ്. നമ്മൾ ഈ പഠിപ്പിക്കുമ്പം ക്ലാസ്സിൽ തന്നെ ഒരു പോഡിയം ഉണ്ടല്ലോ, പോഡിയത്തിൻ്റെ മുകളിൽ നിന്നല്ലേ ടീച്ചർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണം. നമ്മളെക്കാട്ടിലും അറിവുള്ള ഒരാളാണ്, നമ്മൾ ബഹുമാനിക്കേണ്ട ഒരാളാണ്, 1 സ്റ്റെപ്പ് അബവ് യു. ആസ് എ മാറ്റർ ഓഫ് പണ്ട് ഈ പോഡിയത്തിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ ഫാൻ. അപ്പോൾ ഞങ്ങളൊക്കെ ഫ്രണ്ട് റോയിൽ ഇരിക്കാൻ നോക്കുക ഈ കാറ്റ് കിട്ടാനായിട്ട്. ബാക്കിലൊന്നും ഇപ്പോൾ AC, സ്കൂൾ റൂംസ്, സോ മെനി തിങ്സ്. അന്നൊക്കെ ലബോറട്ടറിക്കകത്തെ പല എക്വിപ്മെൻറ്റും ഇല്ല. ഞങ്ങളൊക്കെ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്. ദാറ്റ് വാസ് ഗുഡ് എനഫ് ഫോർ അസ്. ഐ സ്റ്റിൽ സേ ദാറ്റ്. ഗവൺമെൻറ് കോളേജിൽ പഠിച്ചു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. വാട്ട് ഈസ് ഗുഡ് ഫോർ ദി പീപ്പിൾ ഓഫ് ദിസ് കൺട്രി, ഗുഡ് എനഫ് ഫോർ അസ്. അതിനോട് ചേർത്തൊരു ചോദ്യം ചോദിക്കാൻ തോന്നുകയാണ്. പ്രിൻസസ് പറഞ്ഞു അന്നത്തെ കാലത്ത് കുറേ കുറവുകളുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് കുറേ കൂടുതലുകളുണ്ട്. ഈ കൂടുതലുകളാണോ കുട്ടികളെ കുറവുള്ളവരാക്കി മാറ്റിയത്? ആവാം. ബിക്കോസ് വെൻ തിങ്സ് കം ടു ഈസിലി, മറ്റേ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് പാടുപെട്ട്, ഫോർ ഇൻസ്റ്റൻസ് യു ഹാഡ് നോ ഈസി പോക്കറ്റ് മണി. അന്നൊക്കെ വിഷുവിന് ഒക്കെ തരുന്നത് 50 രൂപയാണ്. ഈ 50 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു, അല്ലെങ്കിൽ ഒരു 100 രൂപ ഒരു പിറന്നാളിന് ഒരു കവറിൽ 100 രൂപ തരും. 101 രൂപ. 101 രൂപ വരുമ്പോൾ അത് വലിയൊരു നിധി പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ 100 രൂപ കൊടുത്താൽ വാട്ട് ക്യാൻ യു ബൈ ഫോർ 100 rupees?
So we were taught the value of money. We did not order online. We did not order with credit cards. ഈ ക്രെഡിറ്റ് കാർഡ് പോലെ ഇത്ര അബദ്ധമുള്ളൊരു കാര്യം, ബിക്കോസ് ഈ പ്ലാസ്റ്റിക് നമ്മൾ എത്ര ചിലവാക്കുന്നതെന്ന് അറിയുന്നില്ല, അതിങ്ങനെ പോവുക. അപ്പോൾ സൗകര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ദോഷഭാഗം ഇതൊക്കെയാണ്. യു ഓവർ സ്പെൻഡ്. നമ്മൾ പാരൻസിനെ കണ്ടു, കുട്ടികളെ കണ്ടു, ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളും സംസാരിച്ചു. ഇതെല്ലാം വന്നു ചേരുന്നത് ഒരു സ്കൂളിലാണല്ലോ. ഒരു സ്കൂൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ കുട്ടികളെയും ടീച്ചേഴ്സിനെയും പാരൻസിനെയൊക്കെ ഒരുപോലെ തന്നെ സഹായിക്കാൻ സാധിക്കുമെന്ന് പ്രിൻസസ് വിശ്വസിക്കുന്നുണ്ടോ? If they would interact a little more with each other. ഇന്നിപ്പോൾ ഒരു പരാതി പറയണമെന്ന് വെച്ചാൽ കുട്ടിക്ക് പേടിയാണ് ഇപ്പോഴും. ഒരു ടീച്ചറെ പറ്റിയോ ഇല്ലെങ്കിൽ ഒരു ലാബിൽ എക്വിപ്മെൻ്റ് ഇല്ല എന്ന് പരാതി പറയാനാണെങ്കിൽ they don't have the right to go to the principal. You have to go through the process, through your department. അങ്ങനെ ഒരു പരാതി പറയാൻ നോക്കൂ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് പവർ എന്നൊക്കെ പറഞ്ഞാലും പ്രൈവറ്റ് കോളേജുകളിൽ സ്റ്റുഡൻറ്റ് പവറൊന്നുമില്ല. അപ്പം നമുക്കൊരു പരാതി പറയണമെങ്കിൽ ഇറ്റ്സ് എ വെരി ലബോറിയസ് പ്രോസസ് ബിഫോർ ഇറ്റ് റീച്ചസ് ദി ടോപ്പ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഗിവ് ആൻഡ് ടേക്ക്, എ ലിറ്റിൽ മോർ കമ്മിങ് ടുഗെദർ. ലൈക്ക് ഐ സെഡ് നേരത്തെ, ഈ പേരൻറ്റ് ടീച്ചർ മീറ്റിങ്സിന് കുട്ടികളെയും കൂടെ ഇൻവോൾവ് ചെയ്യുക. നമ്മൾ അവരുടെ ഭാഗം ഒന്ന് കേൾക്കുക. അതൊരു കുറ്റമായിട്ട് കാണരുത്. ഇപ്പോൾ ഒരു കുട്ടി ഒരു പരാതി പറഞ്ഞാൽ അതൊരു ദോഷമായിട്ടോ ഒരു കുറ്റമായിട്ട് എന്നാലും നമ്മളെപ്പറ്റി അങ്ങനെ പറഞ്ഞോ, അങ്ങനെ എടുക്കരുത്. യു ഷുഡ് ബി ഓപ്പൺ ടു ദെയർ വ്യൂ പോയിൻറ്റ്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ സ്മോൾ ചൈൽഡ്. ആ സ്മോൾ ചൈൽഡിന് നമ്മളെ പഠിപ്പിക്കാൻ വല്ലതും കാണും. Okay, thank you so much, Princess. My pleasure. This is the age of the dinosaur speaking to tomorrow's people. But as you correctly said, the future is based on the past as well as the present.